വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിൽ പലയിടങ്ങളിലും കാട്ടുതീ വ്യാപകമായി. ശക്തമായ വേനൽ ചൂടിൽ കരിഞ്ഞുടങ്ങിയ പുൽമേടുകളിലാണ് തീ പതിവാകുന്നത്. പകലും രാത്രിയും ചെറുതും വലുതുമായ നിരവധി ഫയർ കോളുകളാണ് ജില്ലയിലെ അഗ്നിരക്ഷാ സേനാ യൂണിറ്റുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 300-ന് മുകളിൽ കോളുകളാണ് ജില്ലയിലെ അഗ്നിരക്ഷാ യൂണിറ്റുകളിലേക്ക് എത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതലുണ്ടായത് ഉടുമ്പൻചോല താലൂക്കിലാണ്. പല സ്ഥലങ്ങളിലും എത്തിപ്പെടുവാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ടായി. അവിടങ്ങളിൽ അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാട്ടുകാർ തീ നിയന്ത്രണ വിധേയം ആക്കിയിരിക്കും. കാറ്റിന്റെ ഗതിവേഗവും തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകളുടെ അശ്രദ്ധ മൂലമാണ് തീപിടുത്തം ഉണ്ടാകുന്നതെന്ന് ഫയർഫോഴ്സ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കരിയിലകൾ പറമ്പുകളിൽ കൂടുതൽ ആകാതെ അടുത്ത പറമ്പുമായിട്ടൊരു ഫയർ ലൈൻ, അതായത് ഒരു മീറ്ററോളം വീതിയിൽ ചപ്പിയവറുകൾ മാറ്റിയിടുവാണെങ്കിൽ അടുത്ത പറമ്പിൽ നിന്ന് തീ കത്തി പോകാതെയും നമ്മുടെ പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് തീ പിടിക്കാതിരിക്കാനും സാധിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ തീ ഇടാതിരിക്കുക, കഴിയുന്ന രാവിലെ ഇടുക, അടുത്ത് തന്നെ വെള്ളം കരുതി വെക്കുക. തീ പൂർണ്ണമായിട്ടും കെടുത്തതിന് ശേഷമേ ഉള്ളൂ അവിടെ നിന്ന് പോകാവുള്ളൂ. അതുപോലെ കൂടുതൽ തീപിടുത്തം ഉണ്ടായാൽ ഫയർ സ്റ്റേഷനിലോ അയൽവക്കക്കാരെ അറിയിച്ച് അല്ലെങ്കിൽ ഓസോ മറ്റു കാര്യങ്ങളോ റെഡിയാക്കി വെച്ചിട്ടേ ഇതാകാവുള്ളൂ. ഒരു ചെറിയ തീയിൽ നിന്നായിരിക്കും വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതുപോലെ കരിയിലകൾ പൂർണ്ണമായിട്ട് കത്തിയിട്ട് ചില മരത്തടികളിൽ മരക്കുറ്റികളിൽ ഇങ്ങനെയുള്ളത് പിടിച്ച കനലിൽ കിടന്നിട്ട് വീണ്ടും വേറൊരു സമയത്ത് രാത്രി സമയങ്ങളിൽ കത്തിപ്പിടിക്കാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ വിനോദസഞ്ചാര മേഖലകളിലും മറ്റും ക്യാമ്പ് ഫയറുകൾ ഉൾപ്പെടെ ഒന്നെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് കെടുത്തുക. മണ്ണാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഇൻസുലേഷൻ നന്നായിട്ട് തീപിടുത്തത്തെ തടയുന്ന ഒരു വസ്തുവും. പിന്നെ അടുത്തത് വെള്ളവും. പിന്നെ കാടുകളിൽ നിന്ന് അടുത്ത നമ്മുടെ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് തീ പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഫയർ ലൈൻ സ്ഥാപിക്കാനായിട്ട് ഒന്നുണ്ട്. പിന്നെ കൃഷി സ്ഥലങ്ങളിൽ തീയിടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെകൾ ഇടുക, പ്രോപ്പറായിട്ട് കെടുത്തുക. അതിൻ്റെ സുരക്ഷാ മുൻകരുതലുകൾ അടുത്ത് വെള്ളം ഇങ്ങനെ വെച്ചിരിക്കുക, കെടുത്തിയെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ തീ നിയന്ത്രണാതീതമാണെന്ന് തുടക്കത്തിൽ തന്നെ തോന്നുന്ന ആ നിമിഷം അതിന് പ്രത്യേക വിഷയങ്ങളൊന്നുമില്ല, ഫയർഫോഴ്സിൽ അറിയിക്കുക. നമ്മൾ സ്ഥലത്തെത്തി പോരാനുള്ള വഴിയും കൃത്യമായ സ്ഥലവും പോരാനുള്ള വഴിയും ഏതുതരം വാഹനമാണ് വരുന്നതെന്ന് അറിയിക്കുന്നത്. ഇതേസമയം ടൂറിസം കേന്ദ്രങ്ങളിലടക്കം ക്യാമ്പ് ഫയർ ഉൾപ്പെടെയുള്ള വിനോദ ഉപാധികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.